എവരിവൺ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ 2 ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് സെറ്റായിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിന്റെ 3rd ചാപ്റ്ററായ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഞാൻ ഈ ചാപ്റ്റർ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ. പേര് പോലെ തന്നെ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, മൊത്തം എന്തൊക്കെ കമ്പോണൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഓടിച്ചിട്ട് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് വൺ വരുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ദെൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിൽ തന്നെ നമ്മൾ പ്രോസസ്സർ, മദർ ബോർഡ്, പെരിഫറൽസ് ആൻഡ് പോർട്സ്, മെമ്മറി, ദെൻ റോൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഹാർഡ്വെയറിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഇ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യും എന്നുള്ള മെത്തേഡ്സും അതുപോലെ തന്നെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണെന്നുള്ള ടോപ്പിക്സും നമ്മളവിടെ കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ പഠിച്ചു, അപ്പോൾ എന്തായാലും നമുക്ക് സോഫ്റ്റ്വെയർ പഠിക്കണ്ടേ. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ, പ്രൊപ്രിയറ്ററി സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ പഠിക്കുന്നത്. ഇത് ഓരോ ടൈപ്പാണ്, അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. എന്നാൽ ലാസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. അതൊരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തുടങ്ങിയാലോ. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താ? ഡേറ്റ പ്രോസസ്സിംഗ് അല്ലേ. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഡേറ്റ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, സച്ച് ആസ് എന്തൊക്കെയാണ്? നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ നമ്മുടെ പേരൊക്കെ ഒരു ഡേറ്റയാണ് അല്ലേ. അപ്പോൾ ഈ ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, ഇതിനാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ നോക്കിക്കേ. ദ ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദി ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ എ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫോർമേഷൻ. ക്ലിയർ അല്ലേ? ഒരു ഡേറ്റയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ അതിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, അതിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്ത് കിട്ടിയ ഡേറ്റ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡേറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫോർമേഷൻ എന്ന് വിളിക്കും. കണ്ടോ? ഇൻഫോർമേഷൻ ഈസ് ദ മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ പേര് വെറുതെ പറയുകയാണ്, പേര് പോട്ടെ, ഏജ് ആണെന്ന് ഇരിക്കട്ടെ. ഇപ്പം ഞാനൊരു 25 എന്ന് പറയുകയാണ്. 25 എന്ന് പറയുന്നത് ഒരു ഡേറ്റ ആണ് അല്ലേ. 25 എന്തോ ആകാം, എന്താന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഡേറ്റയാണ്. ഇനി ഏജ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ എന്തായി? അതൊരു ഇൻഫോർമേഷൻ ആയി അല്ലേ. അതായത് ഏജ് ആണ് 25 നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതായത് ഈ ഒരു 25നെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എന്താക്കി? ഒരു ഇൻഫോർമേഷൻ ആക്കി. ഏജ് ഈക്വൽ ടു 25 എന്ന് എഴുതിയപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡേറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണ്, അതുപോലെ തന്നെ ഡേറ്റ പ്രോസസ്സിംഗ് എന്താണെന്നുള്ളത് പക്കയല്ലേ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡേറ്റ പ്രോസസ്സിങ്ങിൽ കുറേ ആക്ടിവിറ്റീസും ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്റ്റേജസ്, അല്ലെങ്കിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ. ഫിഗർ നോക്കിക്ക്. ഡേറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡേറ്റ പ്രോസസ്സിങ്ങിൽ വരുന്ന സ്റ്റേജസ്. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കേ, ക്യാപ്ചറിങ് ഡേറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ? സോഴ്സ് ഡോക്യുമെന്റ് ഈസ് ഡിസൈൻഡ് ടു കളക്ട് ഡേറ്റ ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് ഫോർമാറ്റ്. ഓക്കെ, അപ്പം പ്രോപ്പർ ഓർഡറിൽ ഫോർമാറ്റിലും ഡേറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഈ ഒരു സോഴ്സ് ഡോക്യുമെന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. സിംപ്ലി നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ട ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു. അതാണ് ആ ഒരു ക്യാപ്ചറിങ് ഡേറ്റ എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്താ? ഇൻപുട്ട് ഓഫ് ഡേറ്റ. നമുക്ക് കിട്ടിയ ഡേറ്റനെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണ്ടേ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഡേറ്റനെ പ്രോസസ്സ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അതാണ് ഇൻപുട്ട് ഓഫ് ഡേറ്റ. ഓക്കെ, ദ ഡേറ്റ കളക്റ്റഡ് ത്രൂ ദ സോഴ്സ് ഡോക്യുമെന്റ് ഈസ് ഫെഡ് ടു ദി കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇടുന്നു. ഓക്കെ,
അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്താ, സ്റ്റോറേജ് ഓഫ് ഡേറ്റ. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഡേറ്റ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഡേറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. അതാണ് ഈ ഒരു സ്റ്റേജ്, സ്റ്റോറേജ് ഓഫ് ഡേറ്റ. എന്തൊക്കെ ചെയ്യുന്നു, ഇൻപുട്ട് ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നുണ്ട്, പ്രോസസ്സിങ്ങിന് മുന്നേ ഉള്ള ഇൻപുട്ട് ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും ആര് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റോറേജ് ഓഫ് ഡേറ്റ എന്ന ഫേസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്താ, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡേറ്റ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നത്, ശരിക്കും ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യണം അല്ലേ. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റീസ് വരും. എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു നമ്പർ എടുത്തു, അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം, സോർട്ട് ചെയ്യാം, കമ്പയർ ചെയ്യാം, ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെ വരാം, കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിംഗ്, ഫിൽട്ടറിംഗ്, സമ്മറൈസേഷൻ, ഇങ്ങനെ ഏത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും വരാം. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ മാനിപ്പുലേറ്റിംഗ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് എന്താ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞത്, ഇൻഫർമേഷൻ കിട്ടും എന്ന് പറഞ്ഞല്ലേ. പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റയിൽ നമ്മൾ എന്താ വിളിക്കുന്നത്, ഇൻഫർമേഷൻ ആണ് വിളിക്കുന്നത്. അപ്പം ദ പ്രോസസ്ഡ് ഡേറ്റ ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദിസ് സ്റ്റേജ് ഇൻ ദ ഫോം ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. ഇനി ഫൈനൽ സ്റ്റേജ് എന്താ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. നമുക്കിത് കൊടുക്കണ്ടേ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ബെനിഫിഷ്യറീസ്. ആർക്കാണോ, ആരുടെ അടുത്തേക്കാണോ എത്തിക്കേണ്ടത് അവരിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്നു. അതാണ് ആ ഒരു ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എന്താണ്, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് പഠിച്ചു, അതുപോലെ തന്നെ ഡേറ്റ പ്രോസസ്സിംഗിന്റെ സ്റ്റേജസും പഠിച്ചു. ക്ലിയർ അല്ലേ, ഓക്കെ ആണല്ലോ. സെക്കൻഡ് ടോപ്പിക് വരുന്നത് എന്താണെന്ന് നോക്കിക്കേ, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഒക്കെ എന്താണ്, പാർട്സ് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഫിഗർ നോക്കിക്കേ, ഇൻപുട്ട് യൂണിറ്റ് കണ്ടോ, ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് യൂണിറ്റിൽ കൊടുക്കുന്നു. ദെൻ അവിടെ നിന്ന് എന്തൊക്കെയുണ്ട്, CPU കാണിക്കുന്നുണ്ട്, മുകളിൽ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിസൾട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിച്ചു വെക്കാം. ചിലപ്പോൾ ഫിഗർ വരയ്ക്കാനായിരിക്കും ചോദിക്കാം, ചിലപ്പോൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും ചോദിക്കാം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ രണ്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇൻപുട്ട് യൂണിറ്റ്, ദെൻ CPU. CPUന്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെയുണ്ട്, കൺട്രോൾ യൂണിറ്റ് കൊടുക്കണം, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കൊടുക്കണം, താഴെ രജിസ്റ്റേഴ്സ് കൊടുക്കണം. ദെൻ അതിന് മുകളിലാണ് സ്റ്റോറേജ് യൂണിറ്റ്, ലാസ്റ്റ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇതാണ് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഇൻപുട്ട് യൂണിറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ കാര്യം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാനാണ്, കൊടുക്കാനാണ് അല്ലേ. ഓക്കെ, അതായത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസും ഡേറ്റാസും കമ്പ്യൂട്ടറിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് ആര് വഴിയാണ്, ഈ ഒരു ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. കണ്ടോ, അക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്നതൊക്കെ എങ്ങനെയാ, ഇൻപുട്ട് വഴിയാണ് അത് കിട്ടുന്നത്. ദെൻ converts these instructions and data into a form acceptable to the computer. എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഡേറ്റാസ് ഒക്കെ പ്രോസസ്സ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൺവേർട്ട് ചെയ്ത ഡേറ്റാസ് സപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സെക്കൻഡ് വരുന്നത് എന്താ, CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ, CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ അല്ലേ. ഓക്കെ, അപ്പോൾ അത് തന്നെ CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. എന്താണ് ചെയ്യുന്നത്, ഒട്ടുമിക്ക എല്ലാ കാൽക്കുലേഷൻസും എല്ലാ ഫങ്ഷൻസും ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഈ ഒരു CPU ആണ് കൺട്രോൾ ചെയ്യുന്നത്, അവിടെയാണത് നടക്കുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. 3 പാർട്സ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു, കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നു, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ടായിരുന്നു, ദെൻ രജിസ്റ്റേഴ്സ് അല്ലേ. 3 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്താ, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പേര് പോലെ തന്നെ അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU. ഓക്കെ, അപ്പോൾ മിക്കതും നമുക്ക് പേര് തന്നെ എഴുതാവുന്നേ ഉള്ളൂ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അതായത് കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആരാ, ALU ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി അടുത്തത് വരുന്ന ആരാ, കൺട്രോൾ യൂണിറ്റ്. അതും ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ദെൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ടെമ്പററി ആയിട്ട് കിട്ടുന്ന റിസൾട്ടിനെയൊക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതായത് ഇന്റർമീഡിയറ്റ് റിസൾട്ടിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ CPU-ൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു, അതിന് മേളിൽ തന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടായിരുന്നു അല്ലേ ഫിഗറിൽ. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് നമ്മൾ മെമ്മറി യൂണിറ്റ് എന്ന് കൂടി വിളിക്കും.
ഓക്കെ, സ്റ്റോറേജ് യൂണിറ്റിനെ മെമ്മറി യൂണിറ്റ് എന്ന് വിളിക്കാം. നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് യൂണിറ്റ് വഴി കൊടുക്കുന്ന ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും ഉണ്ടല്ലോ, ഇതിനെയൊക്കെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ ഡെഫിനിഷൻ നോക്കിക്കേ, ദി ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എൻറ്റേർഡ് ഇൻ ദി കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് യൂണിറ്റ് ആർ സ്റ്റോർഡ് ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ ബിഫോർ ആക്ച്വൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട്. ഒറിജിനൽ ശരിക്കുള്ള പ്രോസസ്സിംഗ് തുടങ്ങുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിൽ ഈ ഒരു ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആരാ? സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ടൈപ്പ് സ്റ്റോറേജ് യൂണിറ്റുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, പ്രൈമറി സ്റ്റോറേജും ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജും ഉണ്ട്. അപ്പോൾ നമുക്കത് പ്രൈമറി എന്താണെന്ന് നോക്കാം. പ്രൈമറി സ്റ്റോറേജിനെയാണ് നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജ് ആണ്. ഓക്കെ, ഈ മെയിൻ മെമ്മറി തന്നെ നമുക്ക് 2 എണ്ണം ഉണ്ട്, റാം ആൻഡ് റോം. ഇത് നിങ്ങൾക്ക് കേട്ട് വരച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഫോണ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഒക്കെ എടുക്കാൻ നേരത്ത് റാമും റോമും ഒക്കെ നിങ്ങൾ കേട്ട് വരച്ചിട്ടുണ്ടാവും, നോക്കുക അല്ലേ? ഓക്കെ, ഇറ്റ് ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു റാൻഡം ആക്സസ് മെമ്മറി. റാമിൻ്റെ ഫുൾ ഫോം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. ദെൻ റോമോ, റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മെയിൻ മെമ്മറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. റാം ഹോൾഡ്സ് ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ്. എന്താണ്? പ്രോസസ്സിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഡേറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നത് റാമിലായിരിക്കും. ഓക്കെ, ഇറ്റ് ഹോൾഡ്സ് ദ റീസെൻ്റ്ലി പ്രൊഡ്യൂസ്ഡ് റിസൾട്ട്സ് ഓഫ് ദി ജോബ് ഡൺ ബൈ ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? റാമിലായിരിക്കും. ഓക്കെ, ദെൻ റോം കണ്ടെയ്ൻസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദി സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ ഓഫ് ദി കമ്പ്യൂട്ടർ. ഓക്കെ, എന്താണ് നമ്മുടെ ഒരു ബൂട്ട്, അതായത് ബൂട്ട് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എവിടെയാണ് വരുന്നത്? ഈ ഒരു റോമിലായിരിക്കും വരുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ എവിടെയായിരിക്കും? ഈ ഒരു റോമിലായിരിക്കും കാണുന്നത്. The CPU can directly access the main memory at a very high speed. എന്താണ്? CPU-ന്റെ മെയിൻ മെമ്മറി ഒരു ഹൈ സ്പീഡിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. But it has limited storage capacity. RAM is volatile and ROM is non-volatile. അതായത് RAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൊളറ്റൈൽ ആണ്. അതായത് നമുക്കിപ്പോൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഓക്കെ, നമുക്ക് കിട്ടില്ല. പക്ഷേ റോം എന്ന് പറയുന്നത് നോൺ വൊളറ്റൈൽ ആണ്. അതായത് നമുക്ക് പവർ ഓഫ് ചെയ്താലും കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും അത് അവിടെ തന്നെ ഉണ്ടാവും, അതിലുണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ റാമിൻ്റെ കേസിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ടല്ലേ? സെക്കൻഡറി സ്റ്റോറേജ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മുടെ ഹാർഡ് ഡിസ്കും പെൻ ഡ്രൈവും CD ഇതൊക്കെ പറയുന്നത് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈമറി മെമ്മറിനെ എന്താ പറഞ്ഞത്? മെയിൻ മെമ്മറി എന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി സ്റ്റോറേജ്. ഇറ്റ് ഹാസ് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് ദ സ്റ്റോറേജ് ഈസ് പെർമനൻറ്റ്. കണ്ടോ, ഹ്യൂജ് കപ്പാസിറ്റി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, നല്ലൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്, അതുപോലെ തന്നെ അത് പെർമനൻ്റ് ആണ്. ഓക്കെ, ദെൻ യൂഷ്വലി വി സ്റ്റോർ ഡേറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഇൻഫോർമേഷൻ ഇൻ ദ സെക്കൻഡറി സ്റ്റോറേജ്. നോർമലി നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റോറേജിലായിരിക്കും. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി സ്റ്റിക്ക്, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സാധനങ്ങളാണല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയാലോ? സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. സ്റ്റോറേജ് യൂണിറ്റിൽ 2 ടൈപ്പ് സ്റ്റോറേജ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിയിൽ എന്തൊക്കെ പറഞ്ഞു? റാമും പറഞ്ഞു, റോമും പറഞ്ഞു അല്ലേ? സെക്കൻഡറി വരുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന? ഹാർഡ് ഡിസ്കും DVD സംഭവങ്ങളൊക്കെ. ഓക്കെ, ദെൻ അടുത്തത് എന്താ? ഔട്ട്പുട്ട് യൂണിറ്റ്, ലാസ്റ്റ് വൺ അല്ലേ? ഓക്കെ, ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? The information obtained after data processing is supplied to the outside world through the output unit in a human readable form. Okay, നമുക്ക് ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞു? ഇൻഫർമേഷൻ കിട്ടും എന്ന് പറഞ്ഞല്ലേ? പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റയാണ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തുന്നത് എന്ത് വഴിയാണ്? ഈ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പ്രിൻ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ പ്രോസസ്സ് ചെയ്തു, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു, അത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് എപ്പോഴാണ്? പ്രിൻ്ററിലൂടെ, പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ പ്രിൻ്റർ എന്ന് പറയുന്നത് എന്താ? ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു ഔട്ട്പുട്ട് യൂണിറ്റ് വഴിയാണ് നമുക്ക് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് നമ്മുടെ കയ്യിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനാണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. മോണിറ്റർ ആൻഡ് പ്രിൻ്റർ ആർ കോമൺലി യൂസ്ഡ് ആസ് ഔട്ട്പുട്ട് ഡിവൈസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ പാർട്സിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഹാർഡ്വെയറിനെ നോക്കാം. The term hardware represents the tangible and visible parts of a computer.
അതിൽ എന്തുണ്ടാവും? ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ഈ ഒരു ഹാർഡ്വെയറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിംപ്ലി നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം വരുന്നത് പ്രോസസ്സർ. ഓക്കെ, എന്താണ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? CPU അല്ലെങ്കിൽ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ വർക്കിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രോസസ്സർ അല്ലെങ്കിൽ CPU എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? Okay, since CPU is an integrated circuit package which contains millions of transistors, എന്താ CPU എന്ന് പറയുന്നതിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് ആണല്ലേ IC ചിപ്സ്. അപ്പോൾ ഈ ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിലേക്ക് നമ്മൾ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ അതിലേക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒത്തിരി കമ്പോണൻസും നമ്മൾ അതിലേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് കൂടി വിളിക്കും. എന്താ വിളിക്കുന്നത്? മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അതായത് ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പിലേക്ക് നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സും ബാക്കി കമ്പോണൻസ് ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, then it is usually plugged into motherboard of the computer. Usually അത് എവിടെ കാണുന്നത്? മദർ ബോർഡിലാണ് നമ്മൾ പ്ലഗ് ചെയ്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സർ. ഇനി പ്രോസസ്സറിൽ തന്നെ നമ്മൾ പിന്നെ പറയുന്നതാണ് രജിസ്റ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ തന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലേ CPU-ൻ്റെ അകത്തൊരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ അത് പറഞ്ഞിരുന്നു. സോ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് CPU-ൻ്റെ അകത്തുള്ളൊരു സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഹൂസ് കണ്ടൻസ് ക്യാൻ ബി ആക്സസ്ഡ് മോർ ക്വിക്ലി ബൈ ദ CPU ദാൻ അതർ മെമ്മറി. മറ്റു മെമ്മറീനെ അപേക്ഷിച്ച് CPU-ന് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ രജിസ്റ്ററിനെ അല്ലേ? ഓക്കെ, ഇനി there are temporary storage areas for instructions and data. നമ്മൾ ഓൾറെഡി ആ ഒരു ഫങ്ഷണൽ യൂണിറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ, രജിസ്റ്റർ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസിൻ്റെയും ഡേറ്റയുടെയും ഒരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ CPU-ൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നതാണ് അക്യുമുലേറ്റർ. ഓക്കെ, അക്യുമുലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ALU-ൻ്റെ ഒരു പാർട്ടാണ്. നമ്മുടെ CPU-ൽ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പ്രോഗ്രാം കൗണ്ടർ ഉണ്ടായിരുന്നു, ALU ഉണ്ടായിരുന്നു, രജിസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ രജിസ്റ്ററിൽ തന്നെ അക്യുമുലേറ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, CPU-ൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു അക്യുമുലേറ്റർ എന്ന് പറയുന്നത് ALU-ൻ്റെ ഒരു പാർട്ടാണ്. അത് മെയിൻ ആയിട്ടും നമ്മുടെ അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്ന ഡേറ്റാസ് ഉണ്ടല്ലോ, ഇത് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് രജിസ്റ്റർ യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ടു പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ ഒരു അക്യുമുലേറ്ററിൽ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അക്യുമുലേറ്റർ എന്താണെന്നുള്ളത് ക്ലിയർ ആയി. ദെൻ അടുത്തത് വരുന്നതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയുടെ മെമ്മറി ലൊക്കേഷൻ, ഓക്കെ, അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഡേറ്റയുടെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, അപ്പം മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് പേരിൽ തന്നെ ഉണ്ട്, മെമ്മറി അഡ്രസ്സ് ആണല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ? മെമ്മറി ബഫർ രജിസ്റ്റർ. അതായത് നമുക്ക് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ആ ഒരു ഡേറ്റനെ ഹോൾഡ് ചെയ്യുന്നത് എവിടെയാണ്? മെമ്മറി ബഫർ രജിസ്റ്ററിലാണ്. ഓക്കെ, ഹോൾഡ് ദി ഡേറ്റ, ഇറ്റ് ഹോൾഡ്സ് ദി ഡേറ്റ. കണ്ടോ, റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീഡ് ചെയ്യേണ്ട ആ ഒരു ഡേറ്റനെ ഹോൾഡ് ചെയ്യുന്നത് മെമ്മറി ബഫറിൽ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ പേര് പോലെ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, അതായത് പ്രോസസ്സറിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോൾ എന്താ? അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ടോ? ഇറ്റ് ഹോൾഡ്സ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. പ്രോസസ്സറിൻ്റെ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ആണ് എവിടെ ഹോൾഡ് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടറിൽ ഹോൾഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ രജിസ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് പഠിച്ചു? ഫസ്റ്റ് തന്നെ പ്രോസസ്സർ എന്താണെന്ന് പഠിച്ചു. ഹാർഡ്വെയർ പറഞ്ഞു, ഹാർഡ്വെയറിൽ പ്രോസസ്സർ ഫസ്റ്റ് പറഞ്ഞു അല്ലേ? പ്രോസസ്സർ എന്താണെന്ന് നോക്കി, അത് കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റേഴ്സ് പറഞ്ഞു. രജിസ്റ്റേഴ്സിൽ തന്നെ CPU-ൽ എത്ര ടൈപ്പ് രജിസ്റ്റർ ഉണ്ട്? 5 ടൈപ്പ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ അക്യുമുലേറ്റർ, ദെൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അത് കഴിഞ്ഞ് മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. ഇത്ര 5 എണ്ണമാണ് വരുന്നത്. ഇത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മെമ്മറി ബഫർ, മെമ്മറി അഡ്രസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് പേര് നോക്കി ശ്രദ്ധിച്ച് പഠിക്കാം. ക്ലിയർ ആയാലോ ഇപ്പോൾ രജിസ്റ്റർ എന്താണെന്നുള്ളത്? ഓക്കെ അല്ലേ? ഹാർഡ്വെയറിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് മദർ ബോർഡാണ്. ഓക്കെ, മദർ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വലിയ സാധനമാണല്ലേ. ഇറ്റ്സ് എ ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഓക്കെ, ഒരു വലിയ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്.
നമ്മുടെ പ്രോസസ്സർ പോലെയുള്ള ഒത്തിരി കമ്പോണൻസ് നമ്മുടെ മദർ ബോർഡിലേക്കായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, നോക്കിക്കേ, നമുക്ക് ഫിഗറിൽ കാണാൻ ഒരു വലിയൊരു ബോർഡാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സ്ലോട്ട് ഉണ്ട്, ഒത്തിരി സാധനങ്ങൾ അതിൻ്റെ അകത്ത് കാണാം അല്ലേ. ഇറ്റ് പ്രൊവൈഡ്സ് expansion slots for adding additional circuit boards like memory, graphics card etc. എന്താണ് നമുക്ക് അഡീഷണൽ ആയിട്ട് മെമ്മറി അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഒക്കെ നമുക്ക് വെക്കാനായിട്ടുള്ളൊരു അഡീഷണൽ സ്ലോട്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു മദർ ബോർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് പെരിഫറൽസ് ആൻഡ് പോർട്സ്. പെരിഫറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യും അല്ലേ. ആ എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, പെരിഫറൽസ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു എൻഹാൻസ് ഇറ്റ്സ് കേപ്പബിലിറ്റി. ഓക്കെ, ഇനി എന്താ? പോർട്സ്. അപ്പോൾ പോർട്സ്, പെരിഫറൽസ് പറഞ്ഞു, ഇനി പോർട്സ് ഉണ്ട് അല്ലേ. പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മദർ ബോർഡിൽ കാണുന്നതാണ് പോർട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസസ് മദർ ബോർഡിലെ പോർട്സ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കുക, ഇതൊരു മദർ ബോർഡിൻ്റെ ഒരു പോർഷനാണ്. അതിൻ്റെ അകത്ത് നോക്കിക്കുക, നമുക്ക് സൈഡിൽ നമ്മുടെ കീബോർഡും മൗസും, പണ്ടത്തെ കീബോർഡും മൗസൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ ഓരോ പോർട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെയാണ്, ഒത്തിരി പോർട്സുകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പോർട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഓരോ എക്സ്റ്റേണൽ ഡിവൈസസും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകളാണ്. ഓക്കെ, ഇനി പെരിഫറൽ ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി മദർ ബോർഡ് ത്രൂ ദ പോർട്സ് അവൈലബിൾ ഓൺ ദ മദർ ബോർഡ്. എന്താണ്? പെരിഫറൽ ഡിവൈസസ് മദർ ബോർഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു പോർട്സ് വഴിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? നമ്മുടെ മദർ ബോർഡ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പെരിഫറൽസ് ആൻഡ് പോർട്സ് എന്താണെന്ന് പറഞ്ഞു. മദർ ബോർഡിൽ തന്നെ കാണുന്നതാണ് പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക് വരുന്നത് മെമ്മറി. നമ്മൾ ഓൾറെഡി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് യൂണിറ്റിനെ പറ്റി പഠിച്ചല്ലേ. സ്റ്റോറേജ് യൂണിറ്റിൽ നമ്മൾ പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും പ്രൈമറിയിൽ തന്നെ റാമും റോമും ഒക്കെ നമ്മൾ പഠിച്ചു. സെയിം തന്നെയാണ് നമ്മൾ ഇത്തിരി കൂടെ വലുതായിട്ട് ഇവിടെ പഠിക്കുന്നത്. എന്താ നോക്കിക്കേ, മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിം, ഇറ്റ്സ് എ പ്ലേസ് വെർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ. എന്തൊക്കെ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, റിസൾട്ട്, ഇതൊക്കെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്. അതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എന്താ? മെമ്മറി ഈസ് എ പ്ലേസ് വെർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, റിസൾട്ട്സ് ടെമ്പററിലി ഓർ പെർമനന്റ്ലി. ഓക്കെ, അപ്പോൾ മെമ്മറി എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ മെമ്മറി ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു? 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു ബോക്സിൽ കുറച്ച് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെയാ? മെമ്മറി മെഷറിംഗ് യൂണിറ്റ്സ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിറ്റ്, 1 നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ്സ്, 1 ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ്സ്, ദെൻ 1 KB is 1024 ബൈറ്റ്സ്, അതുപോലെ 1 MB, 1 GB, 1 TB, 1 PB വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും നമുക്ക് മെമ്മറിയുടെ മെഷറിംഗ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പ്രൈമറി സ്റ്റോറേജും ഉണ്ട്, സെക്കൻഡറി സ്റ്റോറേജും ഉണ്ടെന്ന് പറഞ്ഞല്ലേ മെമ്മറിക്ക്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമറി സ്റ്റോറേജ് നോക്കാം. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Okay, it's a primary memory holds data, intermediate result and results of ongoing jobs temporarily. എന്താ ചെയ്യുന്നത്? നമ്മൾ ഡേറ്റ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റിസൾട്ട്സും ഡേറ്റാസും ഒക്കെ എവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി സ്റ്റോറേജിലാണ്. പക്ഷെ അത് എങ്ങനെയാണ്? ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ട്. ഓക്കെ, primary memory is a semiconductor memory that is accessed directly by the CPU. എന്താ? CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ് എന്ത്? പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പം CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏത് മെമ്മറിയാണ്? പ്രൈമറി മെമ്മറി. ഓക്കെ, ഇനി ഈ ഒരു പ്രൈമറി മെമ്മറി തന്നെ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. അതിൽ 2 നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു, റാം ആൻഡ് റോം അല്ലേ. ഓക്കെ, അപ്പോൾ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. ഇതിനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്താണ്? റാം ആണ്. ഓക്കെ, ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അറ്റ് റാൻഡം ഫ്രം എനിവേർ വിത്തിൻ ദി റാം. ഓക്കെ, അപ്പോൾ റാമിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ റിട്രീവ് ചെയ്യാനും സാധിക്കും. എവിടെയാണെന്നുള്ളത് അതൊരു മാറ്റർ അല്ല. അതുകൊണ്ടാണ് ഇതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഒരു മെമ്മറിന്. ഓക്കെ, ദ കണ്ടന്റ്സ് ഓഫ് റാം ആർ ലോസ്റ്റ് വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. എന്തുകൊണ്ടാണ്? വോളറ്റൈൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. റാം ഈസ് വോളറ്റൈൽ എന്ന് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ്? നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നേരം അതിൽ സ്റ്റോർ ചെയ്തിരുന്ന ഡേറ്റ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ വോളറ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
ഓഫ് ആകുമ്പോൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഓൺ ആയിട്ടിരിക്കുമ്പോൾ എന്തൊക്കെയാ അതിൽ ഉണ്ടാവാന്ന് അറിയണ്ടേ? നോക്കാം. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ, OS, ഏത് OS ആണോ അത്. ഇനി ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കറന്റ്ലി ബീങ് യൂസ്ഡ്. ഇപ്പൊ നിങ്ങൾ വല്ല വേർഡ് പ്രോസസ്സർ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ അത് എന്ത് സിസ്റ്റം, എന്ത് സോഫ്റ്റ്വെയർ ആണോ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്തിലായിരിക്കും സ്റ്റോർ ചെയ്യുക? റാമിലായിരിക്കും. ദെൻ എനി ഡാറ്റ ദാറ്റ് ഈസ് ബീങ് പ്രോസസ് ആവുന്ന ഡേറ്റ. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുണ്ടാവുക? റാമിൽ. കമ്പ്യൂട്ടർ ഓൺ ആയിട്ടിരിക്കുമ്പോൾ റാമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ വേറെ അടുത്ത് എന്താ പറഞ്ഞ? റാം കഴിഞ്ഞു. ഇനി വന്നത് എന്താ? റോം ആണ് അല്ലെ? റീഡ് ഓൺലി മെമ്മറി. പേര് പോലെ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എ പെർമനന്റ് മെമ്മറി ദാറ്റ് ക്യാൻ പെർഫോം ഓൺലി റീഡ് ഓപ്പറേഷൻ. എന്താണ്? റോം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, റാം ടെമ്പററി ആണ്, റോം പെർമനന്റ് ആണ്. റാമിനെ നമുക്ക് റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാം അല്ലെ? പക്ഷെ റോം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓൺലി റീഡ് ഓപ്പറേഷൻ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓൾട്ടർ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആൻഡ് റോം ഈസ് നോൺ വോളറ്റൈൽ. എന്താ? പവർ ഓഫ് ആയാലും ആ മെമ്മറിയിലുള്ള ഡേറ്റാസ് അതുപോലെ തന്നെ ഉണ്ടാവും അല്ലെ? ഓക്കെ, ROM is used in most computers to hold a small special piece of boot-up programs known as basic input-output system. എന്താണ്? നമ്മുടെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പോലുള്ള ചെറിയൊരു ബൂട്ടപ്പ് പ്രോഗ്രാംസ് ആണ് ആര് ഹോൾഡ് ചെയ്യുന്നത്? നമ്മുടെ റോം ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം. റാമിനേക്കാളും റോം എപ്പോഴും സ്ലോ ആയിരിക്കും. അപ്പൊ പ്രൈമറി സ്റ്റോറേജിൽ നമ്മുടെ റാമും പഠിച്ചു, അതുപോലെ തന്നെ റോമും പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? റോം നമ്മൾ പഠിച്ചു. റോമിൽ തന്നെ നമുക്കത് മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് റോംസ് ഉണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോം എന്താണ്? പ്രോഗ്രാമബിൾ റോം. ഓക്കെ, വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ്. ഒരു തവണ മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമിനെയാണ് പ്രോഗ്രാമബിൾ റോം അല്ലെങ്കിൽ പ്രോം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അത് മാനുഫാക്ചറിംഗ് ടൈമിലായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. സെക്കൻഡ് വൺ വരുന്നതാണ് EEPROM, അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതായത് നമുക്ക് അൾട്രാവയലറ്റ് റേഡിയേഷൻ വഴി നമുക്ക് ഇതിനെ ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നോക്കിക്കേ, ഇറ്റ് ക്യാൻ ബി ഇറേസ്ഡ് യൂസിങ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ആൻഡ് ക്യാൻ ബി പ്രോഗ്രാംഡ് യൂസിങ് സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് വഴി നമുക്കത് പ്രോഗ്രാം ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ എന്താണ്? അൾട്രാവയലറ്റ് റേഡിയേഷൻ വഴി നമുക്കത് ഇറേസ് ചെയ്യാനും സാധിക്കും. ദെൻ അടുത്തത് വരുന്നതാണ് എന്താ? EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതെന്താ? നമുക്ക് ഇലക്ട്രിക്കലി അത് ഇറേസ് ചെയ്യാനും റീറൈറ്റ് ചെയ്യാനും സാധിക്കും. അത്തരത്തിലുള്ള റോമിനെയാണ് EEPROM എന്ന് വിളിക്കുന്നത്. 3 മോഡിഫൈഡ് റോം ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നാണ് നോക്കാം. ഇനി നമുക്ക് താഴെ റാമിന്റെയും റോമിന്റെയും ഒരു കമ്പാരിസൺ ആണ് തന്നിരിക്കുന്നത്. നമ്മിപ്പോൾ റാമും പഠിച്ചു, റോമും പഠിച്ചു അല്ലേ? അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? റാം എന്ന് പറയുന്നത് റോമിനേക്കാളും ഫാസ്റ്റർ ആണ്, റോം റാമിനേക്കാളും സ്ലോവർ ആണ്. ദെൻ ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, റാമിൽ എന്തൊക്കെയാ സ്റ്റോർ ചെയ്യുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഡേറ്റ. ഓക്കെ, കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഡേറ്റ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതുപോലെ OSഉം. ഇത്രയും കാര്യങ്ങളാണ് റാമിൽ ഉണ്ടാവുക. റോമിൽ എന്താണ് ഉണ്ടാവുക? ബൂട്ടപ്പ് പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലേ? ഇറ്റ് സ്റ്റോർസ് ദ പ്രോഗ്രാം റിക്വയർഡ് ടു ബൂട്ട് ദി കമ്പ്യൂട്ടർ ഇനിഷ്യലി കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആയിരിക്കും എവിടെ? റോമിൽ നമുക്ക് കാണാം. ദെൻ ഇറ്റ് അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റാം റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ റോം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റീഡ് മാത്രം. പേരിലുണ്ടല്ലേ? റീഡ് ഓൺലി മെമ്മറി. അപ്പൊ നമുക്ക് റീഡ് ഓപ്പറേഷൻ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റൂ. ദെൻ ഇറ്റ് ഈസ് വോളറ്റൈൽ. റാം വോളറ്റൈൽ ആണ്, റോം എന്താ? നോൺ വോളറ്റൈൽ ആണ്. എന്തുകൊണ്ടാണ് വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് ആയാൽ നമുക്ക് ഡേറ്റ മെമ്മറി അവിടെ നഷ്ടപ്പെടും. റോമിന്റെ കേസിൽ എന്താണ്? പവർ ഓഫ് ആണെങ്കിലും അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? എളുപ്പമല്ലേ? കുറച്ച് പോയിന്റ്സ് ഉള്ളല്ലേ? നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇനി മൂന്നാമത് വരുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, അപ്പൊ നമ്മൾ റാം പഠിച്ചു, റോം പഠിച്ചു, പിന്നെ പ്രൈമറിയിൽ വരുന്ന മൂന്നാമത്തേതാണ് ക്യാഷ് മെമ്മറി. ഇതൊരു ചെറിയ മെമ്മറിയാണ്. നമ്മുടെ പ്രോസസ്സറിന്റെയും റാമിന്റെയും ഇടയിൽ കാണുന്ന ഒരു സ്മോൾ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വന്റ്ലി ആക്സസ്ഡ് ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആർ സ്റ്റോർഡ് ഇൻ ക്യാഷ് മെമ്മറി ഫോർ ക്വിക്ക് ആക്സസ്. നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട്, അതായത് ലാസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഡേറ്റാസും റിസൾട്ടും ഇൻസ്ട്രക്ഷൻസും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് മെമ്മറി ഏതൊക്കെയാന്ന് പറയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് റാമും റോമും മാത്രം ഓർക്കുള്ളൂ, ക്യാഷ് മെമ്മറിനെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ മെമ്മറി ബിറ്റ്വീൻ പ്രോസസർ
ആൻഡ് റാം. പ്രോസസ്സറിന് റാമിനും ഇടയിലുള്ളൊരു ചെറിയ മെമ്മറി. അതിൽ എന്താ ഉള്ളത്? ഫ്രീക്വൻ്റ്ലി നമ്മൾ ആക്സസ് ചെയ്ത ഡേറ്റ, ഇൻസ്ട്രക്ഷൻ, റിസൾട്ട് ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവുക. എന്തിനാ? നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് ക്വിക്ക്ലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൈമറി മെമ്മറി. ക്ലിയർ ആണല്ലോ? അപ്പോൾ മെമ്മറിയിൽ പ്രൈമറി മെമ്മറി എന്തൊക്കെയാണ്? 3 എണ്ണം ഉണ്ട് അല്ലേ? മിസ് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഏതൊക്കെയാ? റാം, റോം, ക്യാഷ് മെമ്മറി. അപ്പോൾ ഇത് 3 എണ്ണം. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്തതാണ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, ഇതിന് നമുക്ക് ഓക്സിലറി മെമ്മറി എന്ന് കൂടി വിളിക്കാം. ഇത് പെർമനന്റ് ആണ്. നമ്മുടെ സിസ്റ്റം ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും വാനിഷ് ആയി പോകും എന്നുള്ളൊരു പ്രോബ്ലം ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇത് പെർമനന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് മച്ച് ലാർജർ ഇൻ സൈസ് ദാൻ റാം. റാമിനേക്കാളും സൈസ് കൂടുതലായിരിക്കും, പക്ഷെ അത് സ്ലോവർ ആണ്. ഓക്കെ, ദെൻ പ്രോഗ്രാംസ് അതുപോലെ ഡേറ്റാസ് ഒക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ പ്രോസസ്സറിന് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡറി മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഓൾസോ ആക്ട് ആസ് ബാക്കപ്പ്. ഇതൊരു ബാക്കപ്പ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. The major categories of storage devices are magnetic, optical and semiconductor memory. എന്താണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് മെമ്മറിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏതൊക്കെയാണ്? അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, പേരിൽ തന്നെയുണ്ട്, നമ്മൾ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിൽ ഒരു പ്ലാസ്റ്റിക് ടേപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡിസ്കോ മെറ്റൽ ഡിസ്കോ ഈ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസ് കോട്ട് ചെയ്തതായിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അതായത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ടേപ്പോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡിസ്കോ എന്തെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽസ് കോട്ട് ചെയ്തതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡേറ്റ ഈസ് റെക്കോർഡഡ് മാഗ്നറ്റിക്കലി ഇൻ ദീസ് ഡിവൈസസ്. ഈ ഡിവൈസസിൽ ഡേറ്റ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് മാഗ്നറ്റിക്കലി ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക് ആർ എക്സാമ്പിൾ. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിൻ്റെ എക്സാമ്പിൾ ആണ് മാഗ്നറ്റിക് ടേപ്പും ഹാർഡ് ഡിസ്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് വരുന്നതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് എ ഡേറ്റ സ്റ്റോറേജ് മീഡിയം വിച്ച് യൂസസ് ലോ പവേർഡ് ലേസർ ബീം ടു റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ഡേറ്റ ഇൻ ടു ഇറ്റ്. എന്താണ്? റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ലോ പവേർഡ് ആയിട്ടുള്ള ഒരു ലേസർ ബീമാണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പവേർഡ് ലേസർ ബീം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അലൂമിനിയം ഫോയിൽ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്കിൻ്റെ ഇടയിൽ ഒരു അലൂമിനിയം സാൻഡ്വിച്ച് ചെയ്ത പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ CD, DVD ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? 2 രണ്ടെണ്ണം ഉണ്ട് ശരിക്കും. 2 സർക്കുലർ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു അലൂമിനിയം ഫോയിൽ സാൻഡ്വിച്ച് ചെയ്ത ഫോർമാറ്റിലല്ലേ അത് നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഡേറ്റ ഈസ് റിട്ടൺ ഓൺ എ സിംഗിൾ കണ്ടിന്യൂസ് സ്പൈറൽ ഇൻ ദ ഫോം ഓഫ് പിറ്റ്സ് ആൻഡ് ലൈൻസ്. പിറ്റ്സ് ആൻഡ് ലൈൻസ് ഫോമിലാണ് ഇതിൻ്റെ അകത്ത് ഡേറ്റാസ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ പിറ്റ്സ് എന്ന് പറയുന്നത് 0യും ലാൻഡ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ നമ്മുടെ മെയിൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ CD ഉണ്ട്, DVD ഉണ്ട്, അതുപോലെ ബ്ലൂറേ DVD. ഇതൊക്കെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് വരുന്നതാണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് അഥവാ ഫ്ലാഷ് മെമ്മറി എന്ന് പറയും. ഓക്കെ, ഇതെന്താണ്? ഫ്ലാഷ് ഡ്രൈവ്സ് യൂസ് EEPROM ചിപ്സ്, അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദേ ഡു നോട്ട് കണ്ടെയ്ൻ എനി മൂവിങ് പാർട്സ്. അതിൽ മൂവിങ് പാർട്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഷോക്ക് പ്രൂഫാണ്, നമുക്ക് ഷോക്ക് ഒന്നും അടിക്കത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള സ്റ്റോറേജ് ഡിവൈസസ് ആണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി എന്ന് വിളിക്കുന്നത്. ഫ്ലാഷ് മെമ്മറി ഈസ് ഫാസ്റ്റർ ആൻഡ് ഡ്യൂറബിൾ വെൻ കമ്പയർഡ് ടു അതർ ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. എന്താണ്? മറ്റ് സെക്കൻഡറി മെമ്മറിനെ അപേക്ഷിച്ച് ഇത് ഫാസ്റ്റർ ആണ്, അതുപോലെ തന്നെ ഡ്യൂറബിളും ആണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാഷ് മെമ്മറീസ് എന്ന് പറയുന്നത് USB ഫ്ലാഷ് ഡ്രൈവ്, അതുപോലെ ഫ്ലാഷ് മെമ്മറി കാർഡ്സ്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടിയല്ലോ. ഓക്കെ, ദെൻ റോൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഇൻ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒത്തിരി മെമ്മറീസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു, അതിൽ തന്നെ നമ്മൾ കുറേ വേരിയേഷൻസ് നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. നമുക്ക് രജിസ്റ്ററും ക്യാഷ് മെമ്മറി, റാം, റോം, ഹാർഡ് ഡിസ്ക് ഇത്രയും സ്റ്റോറേജ് ഡിവൈസസിൻ്റെ സ്പീഡും കപ്പാസിറ്റിയും റിലേറ്റീവ് കോസ്റ്റും പിന്നെ അത് വോളറ്റൈൽ ആണോ അല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ടേബിളാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവണം. ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ?
ഹാർഡ്വെയറിൽ നമ്മൾ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു യൂസറിനെ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻപുട്ട് ഡിവൈസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഫീഡ്സ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും ഫീഡ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസ് വഴിയാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസോ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻ ഇങ്ങോട്ട് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് തരുന്നത് ആരാ? ഈ ഒരു ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഇൻപുട്ട് ഡിവൈസസും അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കീബോർഡ്. എല്ലാം നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് മെജോറിറ്റി നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. നോക്കിക്കേ, കീബോർഡ് വരുമ്പോൾ എന്താ, നമ്മൾ എന്തിനാ കീബോർഡ് യൂസ് ചെയ്യുന്നത്? ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, അതുപോലെ പല സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാനാണ് കീബോർഡ് ഉപയോഗിക്കുന്നത്, അറിയാം. ദെൻ മൗസ് എന്താ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കേഴ്സറിന്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു സ്മോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദി പൊസിഷൻ ഓഫ് എ കേഴ്സർ. അതും ഓക്കെ. ദെൻ അടുത്തത് വരുന്നതാണ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്, ഷേപ്ഡ് ലൈക്ക് എ പെൻ, ഒരു പെൻ പോലെ ഇരിക്കുന്ന ഒരു പോയിന്റിംഗ് ഡിവൈസ്. എന്താണ് ഈ ഒരു പോയിന്റിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് പെന്നിന്റെ ടിപ്പിൽ എന്തുണ്ട്? ലൈറ്റ് സെൻസിറ്റീവ് എലമെന്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലൈറ്റ് പെന്നിന്റെ ടിപ്പിൽ ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്ക്രീനിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇറ്റ് ഡിറ്റക്ട്സ് ദ ലൈറ്റ് ഫ്രം ദ സ്ക്രീൻ, എനേബിളിംഗ് ദ കമ്പ്യൂട്ടർ ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ദി പെൻ ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി ഇതിന് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ലൈറ്റ് പെന്നിന്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ദെൻ ടച്ച് സ്ക്രീൻ. നമ്മുടെ ഫോണൊക്കെ ടച്ച് സ്ക്രീൻ ആണല്ലേ? അപ്പോൾ എന്താണെന്നുള്ളത് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഓക്കെ, അലോസ് ദ യൂസർ ടു ഓപ്പറേറ്റ് ബൈ സിംപ്ലി ടച്ചിങ് ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ സിംപ്ലി നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ടച്ച് സ്ക്രീൻ. ദെൻ ഗ്രാഫിക് ടാബ്ലറ്റ്. എന്താണ്? ഒരു ഇലക്ട്രോണിക് റൈറ്റിംഗ് ഏരിയ ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ പെന്നും ഉണ്ടാവും അത് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊരു കോംബോ ആയിട്ടാണ് നമ്മൾ ഗ്രാഫിക് ടാബ്ലറ്റ് നമുക്ക് കിട്ടുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ടും ആർട്ടിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ ഇമേജസ് വിത്ത് മോഷൻസ് ആൻഡ് ആക്ഷൻസ് സിമിലർ ടു ട്രഡീഷണൽ ഡ്രോയിങ് ടൂൾസ്. ഒരു ഡ്രോയിങ് ടൂളായിട്ടൊക്കെയാണ് കൂടുതൽ നമ്മൾ ഗ്രാഫിക് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ജോയ്സ്റ്റിക്. ജോയ്സ്റ്റിക് എന്താ? നിങ്ങളെല്ലാവരും ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരാണല്ലേ? അപ്പോൾ ജോയ്സ്റ്റിക് എന്താണെന്നുള്ളത് അറിയാമല്ലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്ലേയിങ് വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, ദെൻ മൈക്രോഫോൺ എന്തിനാ? നമ്മുടെ സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? കമ്പ്യൂട്ടറിലേക്ക് സൗണ്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുള്ള സിഗ്നൽസ് ആയിരിക്കും നമ്മൾ മൈക്രോഫോണിലൂടെ പറയുമ്പോൾ കിട്ടുക? അനലോഗ് സിഗ്നൽസ് ആയിരിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ അതിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യും. അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ യൂസ്. ദെൻ അടുത്തത് വരുന്നത് സ്കാനർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ്, ഈ സംഭവങ്ങളുടെയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്കാനർ. എന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാപ്ചർ ഇൻഫോർമേഷൻ ലൈക്ക് പിക്ചേഴ്സ്, ടെക്സ്റ്റ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഡിജിറ്റൽ ഫോർമാറ്റ്. എന്ത് ചെയ്യുന്നു? അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് സ്കാനർ മാറ്റുന്നു. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, OMR. ഈ സംഭവം എന്താ? നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു OMR MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും OMR ഷീറ്റ് കിട്ടും. നമ്മൾ ബബിൾ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ആ ഒരു സംഭവമാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. OMR സ്കാൻസ് എ പ്രിന്റഡ് ഫോം ആൻഡ് റീഡ്സ് പ്രീ ഡിഫൈൻഡ് പൊസിഷൻസ്. നമുക്ക് ഈ ഒരു MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൾറെഡി ഇത് പ്രീ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത്. അപ്പം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ ഒരു പൊസിഷൻ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഈ ഒരു പൊസിഷനും ഇതും വെച്ച് ഇത് സ്കാൻ ചെയ്ത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ OMR എന്ന് പറയുന്നതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ദെൻ ബാർകോഡ് അല്ലെങ്കിൽ ക്യൂക്ക് റീഡർ, ക്യൂക്ക് റെസ്പോൺസ് കോഡ് റീഡർ. അതായത് എന്താ, നമുക്ക് ബാർകോഡും കണ്ടിട്ടുണ്ടാവും, QR കോഡും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, രണ്ടും നമ്മൾ സെയിം യൂസ് ആണ്. ബാർകോഡ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് തിക്നെസ് ആൻഡ് സ്പേസിംഗ് ദാറ്റ് റെപ്രസെൻ്റ് എ നമ്പർ. ഒരു നമ്പറെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ വെർട്ടിക്കൽ ലൈൻസ്, പല തിക്നെസ്സിലും പല സ്പേസിലും വരുന്ന കുറേ വെർട്ടിക്കൽ ലൈൻസ് ചേർത്ത് വെച്ചൊരു സ്ട്രക്ചറാണ് ബാർകോഡിൻ്റേത്. ഓക്കെ, ഇറ്റ് യൂസ്ഡ് ടു ഇൻപുട്ട് ഡേറ്റ ഫ്രം സച്ച് സെറ്റ് ഓഫ് ബാർകോഡ്സ്. ദെൻ QR കോഡ് എന്ന് പറയുന്നതും ഇതിന് സിമിലർ ആണ്, പക്ഷേ ഇതൊരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു ബാർകോഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ക്വയറിലായിരിക്കും നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതൊരു 2 ഡയമെൻഷണൽ വേ ഓഫ് സ്റ്റോറിങ് ഡേറ്റ allows QR code to store more data than standard barcode. ഒരു ബാർകോഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയിനേക്കാൾ കൂടുതൽ നമുക്ക് QR കോഡിലെ ഡേറ്റാസ്
നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ റീഡർ MICR. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ബാങ്കിങ് സെക്ടേഴ്സിലാണ്. നമുക്ക് ചെക്ക് ഒക്കെ കിട്ടി കഴിയുമ്പോഴേക്കും ചെക്കിൻ്റെ താഴെയായിട്ട് എന്തുണ്ടാവും, നമുക്ക് ചെക്ക് നമ്പറും അതുപോലെ തന്നെ ബ്രാഞ്ച് കോഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്പെഷ്യൽ ഇങ്ക് വെച്ചിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. എന്താണ്, ആ ഒരു ഇങ്കിൽ മെയിനായിട്ടും അയൺ ഓക്സൈഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു MICR റീഡറിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുമ്പോഴേക്കും അധികം തെറ്റൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബയോമെട്രിക് സെൻസർ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സെൻസർ നമ്മുടെ ഫിംഗർ പ്രിന്റ്, അതുപോലെ നമ്മുടെ കണ്ണ്, ഇതൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഐഡന്റിഫൈസ് യുണീക് ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിത്ത് ഹൈ ആക്യുറസി. എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? ഫിംഗർ പ്രിന്റ്, റെറ്റീന, ഐറിസ് പാറ്റേൺ ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ, വെരിഫൈ ആൻഡ് ഒതന്റിക്കേറ്റ് ദ ഐഡന്റിറ്റി ഓഫ് എ യൂസർ. ഒരു യൂസറിന്റെ, ഒരു വ്യക്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബയോമെട്രിക് സെൻസർ യൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ട്, അതൊരു ബയോമെട്രിക് സെൻസറാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ആധാർ കാർഡ് എടുത്തപ്പോഴേക്കും നമ്മുടെ കണ്ണിന്റെ ഫോട്ടോ എടുത്ത് കണ്ടിട്ടുണ്ട് അല്ലേ, അതായത് നമ്മുടെ ഐറിസിന്റെ പാറ്റേൺ, അതൊക്കെയാണ് അവിടെ ബയോമെട്രിക് സെൻസറിൽ റീഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് സ്മാർട്ട് കാർഡ് റീഡർ. ഓക്കെ, കാർഡ് റീഡർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് ട്രാൻസാക്ട്സ് ഡേറ്റ. ഓക്കെ, ഇറ്റ് മേ കണ്ടെയ്ൻ എ മെമ്മറി ഓർ എ മൈക്രോ പ്രോസസ്സർ. എന്താണ്, ഒന്നില്ലെങ്കിൽ അതിലൊരു മെമ്മറി ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു മൈക്രോ പ്രോസസ്സർ ആയിരിക്കും. ഓക്കെ, ഇത് കോണ്ടാക്ട് ടൈപ്പും ഉണ്ട്, കോണ്ടാക്ട് ലെസ്സും ഉണ്ടെന്ന് പറയുന്നത്. ദെൻ ഫൈനലി വരുന്നതാണ് ഡിജിറ്റൽ ക്യാമറ. ഇവിടെ വെച്ച് എൻഡ് ചെയ്യുന്നില്ല, ഒത്തിരി ഡിവൈസസ് ഉണ്ട്, ഇൻപുട്ട് ഡിവൈസസ്. അപ്പം നമുക്ക് ഇപ്പം ഇത്രയേ ഉള്ളൂ. ഫൈനലി വരുന്നത് ഡിജിറ്റൽ ക്യാമറ. എന്തിനാണ് നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇറ്റ് യൂസ്ഡ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ്. എന്ത് ചെയ്യുന്നു? വീഡിയോസും പിക്ചേഴ്സും എടുത്തിട്ട് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. വെബ് ക്യാമറ ഈസ് എ കോമ്പാക്ട് ആൻഡ് ലെസ് എക്സ്പെൻസീവ് വേർഷൻ ഓഫ് എ ഡിജിറ്റൽ ക്യാമറ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ്. ഒത്തിരി ഡിവൈസസ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കണമെന്നില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് ഇൻപുട്ട് ഡിവൈസസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പേരുകൾ അറിഞ്ഞിരിക്കുക, ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്. പിന്നെ ഇതിൻ്റെ യൂസസ് എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഡിവൈസസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇതൊക്കെയാണല്ലോ, ക്ലിയർ അല്ലേ എല്ലാം? അടുത്തത് വരുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസിൽ ഫസ്റ്റ് വരുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, വീഡിയോയിൽ വരുന്നത് മോണിറ്റേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് മോണിറ്റേഴ്സ് ഉണ്ട്? CRT, LCD, TFT, LED, ഗ്യാസ് പ്ലാസ്മ മോണിറ്റേഴ്സ് ആൻഡ് OLED. ഇത്രയും ടൈപ്പ് ഓഫ് മോണിറ്റേഴ്സ് ആണ് നമ്മൾ വീഡിയോൻ്റെ അണ്ടറിൽ പറയുന്നത്. ഓക്കെ, എന്തിനാണ് നമ്മൾ മോണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇൻഫോർമേഷൻ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഈ ഒരു മോണിറ്റർ വഴിയും കൂടിയാണ്. അപ്പോൾ ദി ഇൻഫോർമേഷൻ ഷോൺ ഓൺ എ ഡിസ്പ്ലേ ഡിവൈസ് ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. ഒരു ഡിസ്പ്ലേ ഡിവൈസിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷനെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. The size of a monitor is measured diagonally across the screen in inches. ഒരു മോണിറ്ററിൻ്റെ സൈസ് നമ്മൾ എങ്ങനെയാണ് പറയുക? അതിൻ്റെ ഡയഗണലി ഉള്ള മെഷർമെൻറ്റ്, ഇഞ്ചസിൽ എത്ര ഇഞ്ചാണ് അതിൻ്റെ ഡയഗണലി ഉള്ള മെഷർമെൻറ്റ്, അതാണ് നമ്മളൊരു മോണിറ്ററിൻ്റെ ഫുൾ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോണിറ്റേഴ്സ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുന്നതാണ് LCD പ്രൊജക്ടർ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു വലിയ ലാർജ് സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ നമുക്ക് വീഡിയോസും ഇമേജസും ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LCD പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രൊജക്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ കാണുന്നതൊക്കെ പ്രൊജക്ടറിലൂടെ ആയിരിക്കും അല്ലേ. ഓക്കെ, സോ a beam of high intensity light which travels through thousands of shifting pixels in an LCD is focused by a lens on the surface. അപ്പം LCDയുടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ദെൻ LCD പ്രൊജക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? പ്രിൻ്റർ ആണല്ലേ. ഓക്കെ, പ്രിൻ്റർ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് കിട്ടാൻ, അതായത് ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതിനെയാണ് ഹാർഡ് കോപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലാസിഫൈഡ് ആസ് ഇമ്പാക്ട് ആൻഡ് നോൺ ഇമ്പാക്ട്. പ്രിൻറ്റേഴ്സ് തന്നെ രണ്ട് രീതിയിലുണ്ട്, ഇമ്പാക്റ്റും ഉണ്ട്, നോൺ ഇമ്പാക്റ്റും ഉണ്ട്. ഇമ്പാക്ട് പ്രിൻ്ററിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ പ്രിൻറ്റ് കാർബൺ കോപ്പീസ് വിത്ത് ലെസ് പ്രിൻറ്റിംഗ് കോസ്റ്റ്. വളരെ ചെറിയൊരു പ്രിൻറ്റിംഗ് കോസ്റ്റിൽ കാർബൺ കോപ്പീസ് ആണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരുന്നത്. ഇനി സ്പീഡ് ഈസ് മെഷേർഡ് ഇൻ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ സെക്കൻഡ് ഓർ പേജസ് പെർ മിനിറ്റ്. എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മൂന്ന് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ് പെർ സെക്കൻഡ്, ലൈൻസ് പെർ മിനിറ്റ്, പേജസ് പെർ മിനിറ്റ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ഒരു ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഭയങ്കര നോയ്സി കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോട്ട് മെട്രിക്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുന്നത് നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ്. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്
inkjet printers. Okay, inkjet printers എന്താ ചെയ്യുന്നത്? It form the image on a page by spraying tiny droplets of ink from the print head. നമ്മുടെ പ്രിന്റ് ഹെഡിൽ നിന്ന് ടൈനി ആയിട്ട് ഇങ്ക്സ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമുക്കൊരു ഇമേജ് അതിൽ ഫോം ചെയ്യുന്നത്. Inkjet printers are expensive, but the cost of ink cartridges make them costly to operate the long run. ഓക്കെ, അപ്പം നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിൻ്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന് പറ്റിയ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലേസർ പ്രിൻ്റർ ആണ്. എന്താണ് ലേസർ പ്രിൻ്റർ? ഇതും നമുക്ക് പ്രിൻറ്റേഴ്സ് മിക്കതും നിങ്ങൾ കഫേസിലും മറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ലേസർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഇമ്പാക്റ്റ് ആണ്. ഇതിനൊരു ഗുഡ് ക്വാളിറ്റി ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മോണോക്രോം ആയിട്ടും അതുപോലെ തന്നെ കളർ ലേസർ പ്രിൻ്റർ ഉണ്ട്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കളർ പ്രിൻറ്റേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, ലേസർ പ്രിൻറ്റേഴ്സ് ആർ ഫാസ്റ്റർ ആൻഡ് ദർ സ്പീഡ് ഈസ് റേറ്റഡ് ഇൻ പേജസ് പെർ മിനിറ്റ്. എന്താണ് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്? ഫാസ്റ്റ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതിലും ഇത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റർ എന്ന് പറയുന്നത് ലേസർ പ്രിൻ്റർ ആണ്. അതുപോലെ അതിൻ്റെ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ മിനിറ്റിൽ എത്ര പേജസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും എന്നത് വെച്ചിട്ടാണ്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, നോൺ ഇമ്പാക്റ്റിൽ അടുത്തൊരു എക്സാമ്പിൾ വരുന്നതാണ് തെർമൽ പ്രിൻറ്റേഴ്സ്. ഓക്കെ, ദാറ്റ് പ്രൊഡ്യൂസ് ആസ് പ്രിൻറ്റഡ് ഇമേജ് ബൈ സെലക്റ്റീവ്ലി heat sensitive thermal paper when it passes over the thermal print head. The coating turns black in the areas where it is heated. അതിൻ്റെ ഹീറ്റ് ചെല്ലുന്നിടത്ത് അത് ബ്ലാക്ക് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇമേജ് നമുക്കതിൽ കിട്ടുന്നത്. അപ്പം പോർട്ടബിൾ പ്രിൻ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു തെർമൽ പ്രിൻ്ററാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിൻറ്റേഴ്സിൽ പറയുന്നത്. പ്രിൻ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇമ്പാക്റ്റും ഉണ്ട്, നോൺ ഇമ്പാക്റ്റും ഉണ്ട്. ഓക്കെ, ഇമ്പാക്റ്റിൽ നമ്മൾ പഠിച്ചതാണ് ഡോട്ട് മെട്രിക്സ്. ബാക്കിയുള്ള മൂന്നെണ്ണം വരുന്നത് എന്തിലാ? നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിനൊരു എക്സാമ്പിൾ ആയിട്ടാണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറയുന്നതും പ്രിൻ്റർ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഫ്ലെക്സ് പോലുള്ള വലിയ സംഭവങ്ങൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലോട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പീസ് ഓഫ് graphs, designs on the paper. Okay, a plotter is typically used to print large format graphs or maps such as construction map, engineering drawings and big posters. ഇതൊക്കെയാണ് നമ്മൾ പ്ലോട്ടർ വഴി പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, then plotters are of two types. അതും നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡ്രം പ്ലോട്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടേഴ്സും ഉണ്ട്. അതിന് വേറൊരു പേരും കൂടെ നമ്മൾ പറയും. ഡ്രമ്മിനെ നമ്മൾ റോളർ പ്ലോട്ടർ എന്ന് വിളിക്കും. അതുപോലെ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിനെ നമ്മൾ ടേബിൾ പ്ലോട്ടർ എന്ന് കൂടി വിളിക്കും. ജസ്റ്റ് ആ ഒരു പേര് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് വരുന്നതാണ് 3D പ്രിൻ്റർ. 3D പ്രിൻ്റർ എന്നത് പേര് പോലെ തന്നെ നമുക്ക് 3D ഒബ്ജക്ട്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3D പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. സെയിം പ്രിൻ്ററിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ്? സ്പീക്കറൊക്കെ അല്ലേ? സ്പീക്കറൊക്കെ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ? ഓക്കെ, ഇത് ഓഡിയോ ഔട്ട്പുട്ട് ഈസ് ദ എബിലിറ്റി ഓഫ് ദി കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് സൗണ്ട്. കമ്പ്യൂട്ടറിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊടുക്കുന്ന ആരാ? ഈ ഒരു ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. സ്പീക്കേഴ്സ് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഓഡിയോ പോർട്സ്. നമ്മൾ മദർ ബോർഡ് പഠിച്ചപ്പം അന്നേരം പെരിഫറൽസും പോർട്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, കുറേ പോർട്സുകളുണ്ട് നമുക്ക് പുറമെ വേറെ എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡിയോ ഡിവൈസസ്, അതായത് സ്പീക്കർ പോലുള്ളതൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മദർ ബോർഡിൽ കാണുന്ന പോർട്ട് വഴിയാണ് നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഏതൊക്കെയാണ്, അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് വരുന്നത് നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ പ്രിൻ്റർ തന്നെ നമ്മൾ 4 പഠിച്ചല്ലേ? ഓക്കെ, ആ 4 ജസ്റ്റ് ഒരു ബോക്സിലായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും കൂടെ എളുപ്പമായിട്ട് നമുക്ക് കൊടുത്തിരിക്കുകയാണ്. നോക്കിക്കേ, ഈ കമ്പാരിസൺ ഓൺ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിൻറ്റേഴ്സ്. ഫീച്ചേഴ്സ് ഉണ്ട് ഓരോ പ്രിൻറ്റേഴ്സിൻ്റെ. ഏതൊക്കെയാണ്? ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ്, തെർമൽ പ്രിൻ്റർ. ഇത് മൂന്നും എന്തിൻ്റെയാണ്? നോൺ ഇമ്പാക്റ്റിൻ്റെ എക്സാമ്പിൾ ആണ്. ദെൻ ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 പ്രിൻറ്റേഴ്സിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്? പ്രിൻറ്റിംഗ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? നോക്കിക്കേ, ലേസർ പ്രിൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ക് പൗഡർ ആണ്. ഇങ്ക്ജെറ്റിൽ വരുമ്പോഴേക്കും ലിക്വിഡ് ഇങ്ക്. തെർമൽ പ്രിൻ്റർ എന്ന് പറയുമ്പോഴേക്കും ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണ്. ദെൻ ഡോട്ട് മെട്രിക്സിൽ ഇങ്ക് സോഫ്റ്റ് റിബൺ. ഇത്രയാണ് അവിടെ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ദെൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. ലേസർ പ്രിൻ്റർ എങ്ങനെയാണ്? ഇറ്റ് ഫ്യൂസസ് ദ പൗഡർ ഓൺ ദ പേപ്പർ ത്രൂ ഹീറ്റിംഗ്. ദെൻ ഇങ്ക്ജെറ്റ്, തെർമൽ, ഡോട്ട് മെട്രിക്സ്, അങ്ങനെ ഓരോന്നും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ദെൻ അത് കഴിഞ്ഞ് ഓരോന്നിൻ്റെ പ്രിൻറ്റിംഗ് സ്പീഡ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും, അതുപോലെ ക്വാളിറ്റി എങ്ങനെയാണ്, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ബോക്സിൽ ഒരു ടേബിളായിട്ട് നമുക്ക് കമ്പാരിസൺ ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ക്ലിയർ ആണല്ലോ?